ഹലോ ഗൈസ്, എന്തൊക്കെയാണ് സുഖമായിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തമിഴിലുള്ളവർ തന്നെ ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് UK-ൽ. അതായത് നമ്മുടെ ഋഷി സുനക് പാർലമെന്റ് വരുന്ന മെയ് 30 ഒഫീഷ്യലി പിരിച്ചുവിടുന്നു. ഇലക്ഷൻ നേരിടാനായിട്ട് തയ്യാറാവുന്നു. ജൂലൈ 4 ഇലക്ഷൻ തയ്യാറാവുന്നത്. സോ വളരെ ആരും തന്നെ പ്രതീക്ഷിക്കാതെ, അതായത് എതിർ പാർട്ടികളും സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാര് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് ഇന്നലെ നടന്നത്. അത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന ചാനൽ ആദ്യമായിട്ട് ഇൻഫോർമേറ്റീവ് കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വിളിക്കുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്വാഗതം. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഒരുപാട് ഇലക്ഷൻ അപ്ഡേറ്റിന്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ കാണും. കാരണം ഇലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട്, ഇല്ലെങ്കിൽ ഒരു മൈഗ്രന്റിനെ സംബന്ധിച്ചിട്ട്. കാരണം വരുന്ന പാർട്ടി ഇനി എന്തൊക്കെയായിരിക്കും നയങ്ങൾ, ഇനി ഈ പറഞ്ഞ ടോറീസിന്റെ ആണെങ്കിലും ഇല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആണെങ്കിലും എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന നയങ്ങൾ, അജണ്ടകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷൻ ആണ്. കാരണം നമുക്കറിയാം ഈ റീസെന്റ് ഒരുപാട് നിയമമാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മറുകക്ഷി, അതായത് നമ്മുടെ ലേബർ പാർട്ടി ആണെങ്കിൽ കൂടി പല മാനിഫെസ്റ്റോ കാര്യങ്ങളും പുറത്തിറക്കി അവരുടെ നയങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ഇപ്പോ അടുത്തിടെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PSW ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. PSW എടുക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടെസ്റ്റ് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ അത് നിലവിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമ്മൾ നാവ് അകത്തിട്ടില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ഋഷി സുനകിന്റെ ആ വമ്പൻ ട്വിസ്റ്റ്. കാരണം വേറൊന്നുമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ എതിർ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങിന്റെ പ്രഷർ ഋഷി സുനകിന് താങ്ങാനായിട്ട് സാധിച്ചില്ല. ലെഫ്റ്റ് വിങ് പാർട്ടി എപ്പോഴും ഈ പറഞ്ഞ സ്റ്റുഡൻസിനെയും അതുമാത്രമല്ല യൂണിവേഴ്സിറ്റിയും ബിസിനസിനെയൊക്കെ ഒരു രീതിയിൽ ഒരു മൃദു സമീപനത്തോടു കൂടിയാണ് അപ്രോച്ച് ചെയ്തുകൊണ്ടായിരുന്നത്. നിയമങ്ങൾ മാറ്റാതെയും പലതും മാക്സിമം അവർ നോക്കിയായിരുന്നു. എന്നാൽ റൈറ്റ് വിങ്ങിന്റെ വളരെ വളരെ ആക്രോശമായ രീതിക്കുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക, സ്റ്റുഡൻസിനെ ഏർപ്പെടുത്തുക, ഗ്രാജുവേറ്റ് റൂട്ട് വിസ എടുത്തു മാറ്റുക, കെയറേഴ്സിന്റെ വിസകൾ നിർത്തലാക്കുക എന്നുള്ള പല രീതിക്കുള്ള പ്രപ്പോസലുകളും അജണ്ടകളും നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പാർട്ടിക്കകത്ത് തന്നെ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാകുന്നു. നമുക്കറിയാം ഈ ബോറിസ് ജോൺസൺ ഗവൺമെന്റ് വന്ന സമയത്ത് തൊട്ട് തന്നെ ഈ ഒരു പാർട്ടിയുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് അവരെ നല്ല രീതിയിൽ വേട്ടയാടി, പല രീതിയിൽ വേട്ടയാടി. ഇവിടെ പാർട്ടിക്കാരൻ മാത്രമല്ല, എല്ലാ രാജ്യക്കാരെയും എല്ലാ ഗവൺമെന്റിനെയും നല്ല രീതിയിൽ കോവിഡ് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ പാർട്ടി നിലവിൽ വരുന്നു. അതിനകത്ത് ബോറിസ് ജോൺസൺ അത് നിയന്ത്രിക്കാൻ പറ്റാതെയും പല കാര്യങ്ങളും ഒന്ന് റിസൈൻ ചെയ്തു. പിന്നെ ലിസ്ട്രസ് വരുന്നു, അവരും സാമ്പത്തിക ഇടപാടുകളും ഇല്ലെങ്കിൽ സാമ്പത്തിക പാക്കേജുകൾ അതും ഉത്തമമല്ലാത്തത് കൊണ്ട് തന്നെ, അതിലും പിഴകളും കൊണ്ട് തന്നെ അതും രാജിവെച്ചു. അതിനുശേഷമാണ് നമ്മുടെ ഋഷി സുനക്, അത് ശരിക്കും പറഞ്ഞ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഋഷി സുനക്, ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് ഇവിടുത്തെ പ്രധാനമന്ത്രിയായി വന്നത്. അതിനുശേഷം അത് അങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് തന്നെ പല പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പല നെറ്റ് മൈഗ്രേഷൻ പോലുള്ള പല കാര്യങ്ങൾ എടുത്തുന്നയിക്കുന്നു. അതിനകത്തേക്ക് വളരെ എതിർ പാർട്ടിയിൽ നിന്നാണെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്നാണെങ്കിലും വലിയ രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉന്നയിക്കുന്നു. അതിനകത്ത് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് വെട്ടിക്കുറയ്ക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ചെയ്തു. അതിന്റെയൊക്കെ ഫലങ്ങൾ പുറത്തു വന്നു. നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു തുടങ്ങി എന്നുള്ളൊരു അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം പുറത്തു വരാനിരിക്കുകയാണ്. നമ്മുടെ ഋഷി സുനക് ഈ പറഞ്ഞ മന്ത്രിസഭ പിരിച്ചുവിടാൻ മെയ് 30 പിരിച്ചുവിടാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതും, അതായത് ജൂലൈ 4 ഇലക്ഷന് വേണ്ടി തയ്യാറാവുന്നതും പ്രഖ്യാപിച്ചിരിക്കുന്നതും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആണ്. കാരണം നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു തുടങ്ങി എന്നുള്ളൊരു സന്തോഷ വാർത്ത അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഈ 24 കണക്ക്, ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിലെ കണക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജൂണൊക്കെ ആകുന്ന സമയത്തായിരിക്കും എക്സാക്ട്ലി നെറ്റ് മൈഗ്രേഷന്റെ കൂപ്പ് കുത്തിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ രാജിവെച്ചു. അതുമാത്രമല്ല, ഇനിയും ഋഷി സുനകിന്റെ 8 മാസം വരെ മന്ത്രിസഭ കാലാവധി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജനുവരി 2025 ഇലക്ഷൻ വെക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഋഷി സുനക് ഇലക്ഷൻ വിളിക്കുമെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളും ഈ നെറ്റ് മൈഗ്രേഷൻ തൊട്ട് ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ പലതും വളരെ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നതും അത് പാർട്ടി നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ ഇലക്ഷനുകളും കാര്യങ്ങളും പാർട്ടി നല്ല രീതിയിൽ അടിതെറ്റി നിൽക്കുമായിരുന്നു. അതായത് ഇപ്പൊ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ലേബർ പാർട്ടിക്കാണ് വിജയ ശതമാനം കൂടുതൽ, ഇല്ലെങ്കിൽ പെർസെന്റേജ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ 8 മാസം കാലാവധിക്ക് ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഋഷി സുനക് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെയും ഒരു പ്രതീക്ഷിക്കാത്ത
ട്വിസ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നതും. അതും വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം. ഇവരുടെ UK ബ്രിട്ടീഷ് ചരിത്രത്തിൽ തന്നെ ഇതേപോലെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല, ഒരു ട്വിസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇറങ്ങി വന്നിട്ട് ആശാൻ പുള്ളി വളരെ നൈസായിട്ട് തന്നെ ഞങ്ങൾ മന്ത്രിസഭ പിരിച്ചുവിടാൻ പോവുകയാണ് 30-ാം തീയതി, അതായത് മെയ് 30-ന് ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്യും. അതിനുശേഷം ആരും MP-മാരാവില്ല. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ MP-മാരായിട്ടുള്ള ആരും തന്നെ ഇനി MP-മാരാവില്ല. പിന്നെ വെറും 5 ആഴ്ച കാലാവധി. 5 ആഴ്ച കാലാവധിക്കകത്ത് തന്നെ എന്താണ് ഇലക്ഷൻ പ്രചരണങ്ങളും കാര്യങ്ങളും നടത്തി ഇലക്ഷനെ നേരിടാനായിട്ട് തയ്യാറാണോ? ഇവിടെ എന്തുകൊണ്ടാണ് ഈ ട്വിസ്റ്റ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 ഫാക്ടേഴ്സ് ഋഷി സുനക് മുന്നിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ ഗവൺമെന്റ്, ബോറിസ് ജോൺസൺ ഗവൺമെന്റ് വന്ന ശേഷം അതായത് ഫുൾ കോവിഡ് വന്ന ശേഷം ഇവിടെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ബാധിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ലെവൽ വളരെ കൂടി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇൻഫ്ലേഷനിൽ നിന്ന് UK കരകയറി എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. 2.3%ഓളം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പഴയ നിലയിലേക്ക് എത്തി എന്നുള്ള രീതിയും, അതുപോലെ കറൻസി റേറ്റും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, US-നെയും കാട്ടി ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് UK മാറി എന്നുള്ളൊരു മറ്റൊരു ഫാക്ടറും കൂടിയിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതുമാത്രമല്ല, പ്രൈസ്, അതായത് UK-യിലെ മറ്റ് ചെലവുകൾ കാര്യങ്ങൾ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നു. ഈ 4-5 ഫാക്ടറാണ് എനിക്ക് തോന്നുന്നു ഋഷി സുനക് മുന്നിൽ കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഋഷി സുനക് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, സ്റ്റുഡൻസിനെ റെസ്ട്രിക്ട് ചെയ്തതും ബാൻ ചെയ്തിരിക്കുന്നതും പല കാര്യങ്ങളും തന്നെ അത് എടുത്തു കാണിച്ചിട്ടുണ്ട്, അജണ്ടയായിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കാരും സ്വന്തം MP-മാരടക്കം വിചാരിച്ചിട്ടില്ല ഇപ്പോ ഈ ഒരു ഇലക്ഷൻ വരുമെന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇവരാരും ഒരു പ്രചരണത്തിനെ കുറിച്ചും ഇല്ലെങ്കിൽ ഇലക്ഷന്റെ പ്ലാനുകളെ കുറിച്ചും ഒന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഋഷി സുനക് അത് ചിന്തിച്ചു. പ്ലാൻ ചെയ്യാൻ ഇനിയും സമയമെടുക്കും. പക്ഷെ ഋഷി ഇന്നലെ തന്നെ ഇലക്ഷൻ പ്രചരണവും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്. എനിക്കൊന്ന് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് ടോറീസിന് അത് വലിയൊരു പ്ലാൻ ഉണ്ട്. സോ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു. പലരും ഇലക്ഷൻ പ്രചരണത്തിന് ഇന്നലെ തന്നെ തിരികൊളുത്തിയേണ്ടത്. ഇനി മറ്റു പാർട്ടികളൊക്കെ ചിന്തിച്ചു വരണം. മറ്റു പാർട്ടികളൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് ഇവർ കുറച്ചൊരു പടിക്ക് മുന്നേ പോവും എന്നുള്ള ചിന്തയിലായിരിക്കും വരും. പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പറഞ്ഞ ഗവൺമെന്റ് പിരിച്ചുവിടുകയും ഈ പറഞ്ഞ ഇലക്ഷൻ നേരിടാനായിട്ട് തയ്യാറാവുകയും. ഇതിനകത്ത് വലിയൊരു ചോദ്യം എന്നത്, ഇനിയിപ്പോ നമ്മുടെ UK-യിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ കുറെ ചോദ്യം എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കുമോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ വരുന്നതും ഗവൺമെന്റ് പിരിച്ചുവിടുന്നതും ഒന്നും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന പ്രപ്പോസലുകൾ നിയമമാവോ എന്നുള്ളത് മെയ് 30 വരെ ഗവൺമെന്റിന് കാലാവധിയുണ്ട്. ഗവൺമെന്റ് മെയ് 30-നാണ് പിരിച്ചുവിടുന്നത്. സോ അതിനുള്ളിൽ ഇതൊരു നിയമമായിട്ട് മാറുമോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. PSWയുടെ കാര്യങ്ങളെല്ലാം അത് തന്നെ നമുക്ക് 30-ാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനുശേഷം എന്തായാലും മാറ്റാൻ സാധ്യതയില്ല. അതിനുശേഷം ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടന്ന് വിജയിച്ചാൽ ഏത് പാർട്ടിയാണോ വരുന്നത് അവരായിരിക്കും ഇനി ഈ പറഞ്ഞ നയങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ലേബർ പാർട്ടി സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാലറി ത്രെഷോൾഡും കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിന്റെ കേസിലും അവർ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉറപ്പുമില്ല അതിന്റെ കാര്യങ്ങൾ. ഈ പാർട്ടിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പല മാനിഫെസ്റ്റോയിലും അത് അത്രയ്ക്ക് നമുക്ക് ഇന്ത്യക്കാർക്ക് വലിയൊരു ആനുകൂല്യമായിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ പലരും ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കഥകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഋഷി സുനക് ഇനി ഒരു ഇലക്ഷന് ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോ UK-യിൽ വരാൻ നിൽക്കുന്നവർക്കോ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ലഭിക്കും. ഇതെല്ലാം ഒരു മിഷനറീസ് ആണ്. നമ്മുടെ ഹോം ഓഫീസും കാര്യങ്ങളെല്ലാം അത് ഓൾറെഡി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന യന്ത്രം പോലെയാണ് അത് സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രീസെറ്റ് ആണ്. ഇപ്പൊ ഓൾറെഡി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പുറകെ തന്നെയാണ് അത് പോവുള്ളൂ. ഇനി പുതിയൊരു ഗവൺമെന്റ് ചാർജ് ചെയ്തിട്ട് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമ്മൾ എഫക്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം തന്നെ, ഇനി ഋഷി സുനക് ഇലക്ഷൻ വിജയിക്കുമോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഋഷി സുനക് പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. UK തകർന്നു കിടന്ന എക്കണോമിയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്.
നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ട് പ്ലാനുകൾ അത് വർക്കൗട്ട് ആയി എന്നുള്ളതാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതും ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് യുഎസിനെ കമ്പയർ ചെയ്യുമ്പോൾ യുഎസിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്ന എക്കണോമി ആയിട്ട് അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പല കാര്യങ്ങളും UK ഈ NHSലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെയും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇവിടുത്തെ ഹെൽത്ത് കെയറിന്റെ ഒരുപാട് കാര്യങ്ങളിലും കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെ മുന്നത്തെ കാലങ്ങളിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെ ഋഷി സുനക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി ആകുമ്പോൾ പലത് ചെയ്യുമ്പോൾ അതിനെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണം, എന്നാലേ അതൊരു ഇല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർക്ക് എന്താണ് ഇവിടുത്തെ ഒരു റോള് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഋഷി ജയിക്കോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയാൻ ഇപ്പോഴത്തെ സർവേകൾ അനുസരിച്ചിട്ട് ജയിക്കാനുള്ള സാധ്യത ഇല്ലാന്നാണ്. ഇവിടുത്തെ UK രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ ആ ഇലക്ഷൻ പ്രഖ്യാപനം തന്നെ ഒരു മാസമായിട്ട് തന്നെയാണ് പലരും കണക്ക് കൂട്ടുന്നത്. കാരണം വെച്ചാൽ ചരിത്രത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ അവർക്ക് കിട്ടി. ആ അറ്റൻഷനിനകത്ത് തന്നെ പല കാര്യങ്ങളും ഋഷി സുനക് ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലേഷൻ തൊട്ട് പല കാര്യങ്ങളും ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രം തന്നെ ഇത് എത്ര പേരെ സ്വാധീനിക്കും, ഇനി വരുന്ന ഇലക്ഷൻ പ്രചരണങ്ങൾ എത്ര പേരെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ നമ്മുടെ കൂടെ നിൽക്കുക, ചാനലിലൂടെ സ്റ്റിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം, ബൈ.